ഹായ് നമസ്കാരം, വിനായകാണ്. സെയിൽസ് കെ പി ഐയിലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെ പി ആണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പല ഓൺട്രപ്രണേഴ്സും ഭയങ്കരമായിട്ട് ചിലപ്പോൾ കോടാനുകൂടി റവന്യൂ ഒക്കെ ഉണ്ടാവും കാണിക്കാൻ, അതായത് ബുക്സിൽ മാത്രം റവന്യൂ ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ വട്ടപ്പൂജയായിരിക്കും. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം ഓരോ ഗ്രോസ് പ്രോഫിറ്റും എത്രയാണ് വന്നിരിക്കുന്നത്, ഓരോ ഡീലിൽ നിന്ന് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, ഇതൊന്നും എന്ത് ചെയ്യില്ല, അളന്ന് കൃത്യമായിട്ട് എടുത്തു വെക്കില്ല. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലവർ എന്ത് ചെയ്യും, വാരിക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. ഇതിന് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും. അതൊന്നല്ല, ഓക്കെ 500 രൂപ അല്ലെങ്കിൽ 700 രൂപ ഇങ്ങനെയൊക്കെ വെറുതെ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ, റവന്യൂ കണ്ടമാനം ബിസിനസ് നടന്നുണ്ടാവും, പക്ഷെ ഒരു കാരണവശാലും എന്തുണ്ടാവില്ല, പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് ചിലപ്പോൾ ഓരോ ചാനലിലും ഉണ്ടാവും. 4 or 5 ചാനലിലൂടെ അവർക്ക് സെയിൽസ് റവന്യൂ വരുന്നുണ്ടെങ്കിൽ അതിലെ ഓരോന്നിലും എവിടെയാണ് ബ്രേക്ക് ഈവൻ വരുന്നത്, എവിടെ ഇത്ര ബിസിനസ് നടന്നില്ലെങ്കിൽ എൻ്റെ കമ്പനി പൂട്ടിപ്പോകും എന്നുള്ളത് കൃത്യമായ നോളജ് ഉണ്ടാവാനാണ് ഈ പറഞ്ഞ KPIs ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റബിലിറ്റി ഒരു ബിസിനസ്സുകാരന് മസ്റ്റായ കാര്യമാണ്. പ്രോഫിറ്റബിലിറ്റി ഇല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യരുത്, ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ല. സോ ഇതുപോലെ തന്നെ 8ഓളം KPIs ഉണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസിലെ KPIs എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റിൽ KPI എന്നൊന്ന് അടിക്കുക. ഒപ്പം തന്നെ ട്രാക്ക് പേയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്